നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 2, 1 മുതലുള്ള തിരുവചന ഭാഗം. ഹെറോദേസ് രാജാവിൻ്റെ കാലത്ത് യൂദയായിലെ ബേത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യദേശത്ത് നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് കേട്ട് ഹെറോദേസ് രാജാവ് അസ്വസ്ഥനായി. അവനോടൊപ്പം ജെറുസലേം മുഴുവനും. അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനപ്രമാണികളുടെ ഇടയിലെ നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, യൂദയായിലെ ബേത്ലഹേമിൽ. പ്രവാചകൻ എഴുതിയിരിക്കുന്നു, യൂദയായിലെ ബേത്ലഹേമേ, നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക. അപ്പോൾ ഹെറോദേസ് അജ്ഞാനികളെ രഹസ്യത്തിൽ വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു. അവനവരെ ബേത്ലഹേമിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു, പോയി ശിശുവിനെപ്പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക. അവനെ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെയും അമ്മയായ മറിയത്തെയും കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. ഹെറോദേസിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ഫീസ്റ്റ് ഓഫ് എപ്പിഫനി, കർത്താവിൻ്റെ പ്രത്യക്ഷീകരണ തിരുനാൾ, യേശു ആരാണെന്ന് ലോകത്തിന് വെളിപ്പെട്ട് കിട്ടിയ ആ ഒരു വലിയ സംഭവം, അത് നമ്മളിന്ന് സാഘോഷം ആഘോഷിക്കുക. നമുക്ക് കാണാൻ സാധിക്കും, ക്രിസ്മസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ആരംഭിച്ചത് ഒരു നക്ഷത്രമായിട്ടാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ നക്ഷത്രം ഇട്ടു, സ്ഥാപനങ്ങളിൽ നക്ഷത്രം ഇട്ടു, അതുപോലെ ലൈറ്റൊക്കെ ഇട്ട് അങ്ങനെ നമ്മൾ ക്രിസ്മസിനായിട്ട് ഒരുങ്ങി. നമ്മൾ കാണുകയാണ് ഈ ഒരു കാലയളവ് പര്യവസാനിക്കുകയാണ്. ഇപ്പോൾ പുൽക്കൂടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റും. നമ്മൾ ഈ പ്രത്യക്ഷീകരണ തിരുനാളിനോട് അനുബന്ധിച്ച് ഇങ്ങനെ ഈ ക്രിസ്മസ് കാലയളവ് തീരുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, കിഴക്ക് നിന്ന് വന്ന രാജാക്കന്മാർ, അവരെ നയിച്ച നക്ഷത്രം. ഇസ്രായേൽ ജനത്തിന് ദൈവം എങ്ങനെയാണ് അവരെ നയിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മേഘസ്തംഭമായി, അഗ്നി സ്തംഭമായിട്ടൊക്കെ അവരെ നയിച്ചുകൊണ്ടിരുന്ന ഒരു ദൈവം. ദൈവപരിപാലനയുടെ ഒരു സൂചനയാണ് അവിടെ നമുക്ക് ലഭിക്കുക. ദൈവത്തിൽ ശരണപ്പെടുന്നവരെ ദൈവം പരിപാലിക്കും, വഴി നടത്തും എന്നുള്ളത് ഈ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നക്ഷത്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ്സ് എ യൂണിവേഴ്സൽ സിമ്പിൾ. നമുക്ക് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, യേശുവിലുള്ള രക്ഷ ഒരു പ്രത്യേക ജനതയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല, യഹൂദ ജനതയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല, വിജാതീയരും അതിൽ പങ്കുകാരാകും എന്നുള്ളതിൻ്റെ ആ ഒരു സൂചനയാണ് യൂണിവേഴ്സൽ സിമ്പിൾ. നമുക്കറിയാമല്ലോ, ആട്ടിടയർക്ക് കിട്ടിയ സന്ദേശം അതായിരുന്നു. ലൂക്ക 2:10 മുതൽ വായിക്കുമ്പോൾ, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത. ഇത് ഒരു പ്രത്യേക ഗ്രൂപ്പിന് വേണ്ടി ഒതുങ്ങിപ്പോകുന്നൊരു കാര്യമല്ല, ലോകം മുഴുവന് വേണ്ടി, സകല ജനതയ്ക്ക് വേണ്ടിയുള്ള വലിയ സന്തോഷം. കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതിനുള്ള വഴികളൊക്കെ ലോകം കാണിച്ചു തരും, ഇവിടെ കൂട്ടുകാരുമൊക്കെ കാണിച്ചു തന്നേക്കാം. പക്ഷേ ഇതല്ല, വലിയ സന്തോഷത്തിൻ്റെ ഏക സദ്വാർത്ത, അതാണ് യേശു ക്രിസ്തു. ഈ സദ്വാർത്ത എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ആർക്ക് വേണമെങ്കിലും നിരസിക്കാം, ആർക്ക് വേണമെങ്കിലും അത് ഏറ്റെടുക്കാം.
നമ്മൾ കാണുന്നുണ്ട് 3 രാജാക്കന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. 3 രാജാക്കന്മാർ വെച്ചുള്ള മനോഹരമായ പാട്ടുകളൊക്കെ നമ്മൾ ക്രിസ്മസ് സീസണിൽ പാടാറുള്ള പാട്ടുകളൊക്കെയാണ്. 3 രാജാക്കന്മാർ, ബെൽത്താസർ, ക്യാസ്പർ, മെൽക്കിയോർ. അവരാണ്. അതിൻ്റെ പേരുകൾക്ക് തന്നെ അതിൻ്റേതായിട്ടുള്ള അർത്ഥമുണ്ട്. ബെൽത്താസർ എന്ന് പറഞ്ഞാൽ ഡിവൈൻ പ്രൊട്ടക്ഷൻ, ദൈവിക സംരക്ഷണം. ക്യാസ്പർ എന്ന് പറഞ്ഞാൽ നിധികളുടെ അധിപൻ, നിധികൾ. മൂന്നാമത്തെ മെൽക്കിയോർ, കിങ് ഓഫ് ലൈറ്റ്, കിങ് ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ രാജാവ്. ഇതെല്ലാം ശരിക്കും യേശു ആരാണെന്ന് വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. യേശു ആരാണെന്ന് നമ്മൾ കാണുന്നുണ്ട്. 3 സമ്മാനങ്ങൾ അവർ കൊടുക്കുന്നത്, അതിനും അതിൻ്റേതായിട്ടുള്ള അർത്ഥമുണ്ട്. ബെൽത്താസർ കൊടുത്ത മീറ, അത് യേശുവിൻ്റെ മരണത്തെ, ഉത്ഥാനത്തെ എല്ലാം സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ക്യാസ്പർ കൊടുത്ത കുന്തിരിക്കം, അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉയരേണ്ട പ്രാർത്ഥനയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തേതാണ് സ്വർണം. ശരിക്കും പറഞ്ഞാൽ യേശു എന്തിനു വന്നു എന്നുള്ളത് നമ്മെ സൂചിപ്പിക്കുന്ന, പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവൻ വന്നത് നമ്മളെ വഴി നടത്താനാണ്, നേർവഴിയിൽ നടത്താനാണ്. ആ നേർവഴിയിലൂടെ നമ്മളെ സ്വർഗത്തിൽ എത്തിക്കാൻ വേണ്ടി. ഇതിനൊക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള പ്രത്യുത്തരം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. യേശു രക്ഷകനാണ് എന്നുള്ളതിന് ആരും സംശയിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ രക്ഷ ആരനുഭവിക്കും? ഈ രക്ഷയ്ക്ക് എനിക്ക് യോഗ്യതയുണ്ടോ എന്നുള്ളത് ഞാൻ ചിന്തിക്കണം. നമുക്കറിയാമല്ലോ, നമ്മൾ പള്ളിയിൽ പോണതും ഒരു കുർബാന കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ പോണതും ദൈവാനുഭവം ഉണ്ടാക്കുന്ന ഒരു കാര്യം ആകണമെന്നില്ല, ദൈവാനുഗ്രഹം പകരുന്ന ഒരു കാര്യമാകാം. ഇനി ഈ വ്യത്യാസം എവിടെ വരും? ഒരേ ബലി വേണമെങ്കിൽ ഒരേ വൈദികൻ നിന്ന് ബലിയർപ്പിക്കുന്നു, വചനം പ്രഘോഷിക്കുന്നു, പക്ഷെ അതിൻ്റെ റിസൾട്ട് വ്യത്യസ്തമായിരിക്കാം. എന്താ കാരണം? നമ്മൾ കൊടുക്കുന്ന പ്രത്യുത്തരം. നമുക്ക് വേണമെങ്കിൽ ഏത് രീതിയിൽ വേണേലും പ്രത്യുത്തരം നൽകാനായിട്ട് സാധിക്കും. നമ്മൾ കാണുന്നുണ്ട് ഇന്നത്തെ വായനകളുടെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ തന്നെ ഹെറോദേസ് രാജാവ്, അവൻ കൊടുത്ത പ്രത്യുത്തരം എന്തായിരുന്നു? അവന് ഹോസ്റ്റിലിറ്റി എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും. അവൻ ശരിക്കും പറഞ്ഞ ദൈവത്തിൻ്റെ, യേശുവിൻ്റെ ശത്രു എന്ന രീതിയിൽ പെരുമാറുന്നത് കാണാൻ പറ്റും. അവൻ പറഞ്ഞു, നിങ്ങൾ പോയിട്ട് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് കണ്ടെത്തി കഴിയുമ്പോഴത്തേക്കും എന്നെയും കൂടെ വന്ന് വിവരം അറിയിക്കണം, എവിടെയാ എന്താണെന്നുള്ള ഡീറ്റെയിൽസ് എനിക്ക് തരണം. ഞാനും പോയി അവനെ ആരാധിക്കാൻ വേണ്ടിയൊന്നുമല്ല, അവനെ വധിക്കാൻ വേണ്ടിയാണ്. കാരണം എന്തിനാ 2 രാജാക്കന്മാർ? ഞാനുണ്ടല്ലോ, പിന്നെന്തിനാണ് മറ്റൊരു രാജാവ്? നിജാലെ കാണാൻ സാധിക്കും. ഇതുപോലെ ഈ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, ആത്മീയ കാര്യങ്ങൾ അവർ എതിർക്കുന്ന ആ ഒരു മനോഭാവം. വേറെ ചിലർ പ്രാർത്ഥനയും കാര്യങ്ങളും പള്ളിപ്പോക്കും എല്ലാം ഉണ്ടായിരിക്കാം, പക്ഷേ ഹൃദയത്തിൽ നിന്ന് വെറുപ്പും വിദ്വേഷവും പ്രതികാര ചിന്തകളും അതൊക്കെ മാറ്റിയിട്ടുണ്ടോ? ജീവിതത്തിൽ നിന്ന് ക്രൂരത, അനീതി, അസത്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ടോ? മാറ്റുന്നില്ലെങ്കിൽ ഹെറോദേസ് രാജാവിനെ പോലെയാണ് നമ്മളും പ്രത്യുത്തരം നൽകുന്നത് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. രണ്ടാമതൊരു ഗ്രൂപ്പിനെ കാണാൻ സാധിക്കും. അവരാണ് ജെറൂസലേം മുഴുവൻ എന്ന് പറഞ്ഞാൽ ജെറൂസലേമിലെ നേതാക്കന്മാർ, അതുപോലെ തന്നെ നിയമജ്ഞർ, അങ്ങനെയുള്ളവരെ വിളിച്ചിട്ട് ചോദിച്ചു, എവിടെയാണ് രക്ഷകൻ ജനിക്കാനിരിക്കുന്നത്? കൃത്യമായിട്ട് ഉത്തരവുണ്ടായിരുന്നു. അവർക്ക് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. നമ്മൾ കാണുന്നുണ്ട്, മർക്കോസ് 12-ാം അധ്യായം വായിച്ചാലും അവിടെ ഒരു ചെറുപ്പക്കാരൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്നു. യേശുവുമായിട്ടൊരു കോൺവെർസേഷൻ, സംഭാഷണം നടത്തുന്ന ഒരു ചെറുപ്പക്കാരൻ, കാര്യങ്ങളെല്ലാം അവനറിയായിരുന്നു. കർത്താവ് അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ദൈവരാജ്യത്തിൽ നിന്നും വിദൂരത്തല്ല. ദൈവരാജ്യത്തിലെത്തിയെന്നൊന്നും പറഞ്ഞില്ല. കുർബാനയ്ക്ക് പോയത് കൊണ്ടൊന്നും നമുക്ക് ദൈവാനുഭവം ഉണ്ടാകണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ആ കുർബാന അർപ്പിക്കേണ്ടതുപോലെ അർപ്പിക്കുന്നവർക്ക് ദൈവാനുഭവം ഉണ്ടാവും. അതാണ് അതിൻ്റെ സൂചന. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും, ഒത്തിരി പേര് ചൂടോ തണുപ്പോ ഇല്ലാത്ത അവസ്ഥ, മന്ദോഷ്ണാവസ്ഥ, ലൂക്വ. ഇനി അവർ കർത്താവിനോട് എതിർപ്പ് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. കർത്താവിനോട് വലിയ ഒരു സൗഹൃദം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ? അതുമില്ല. അതില്ലാതെ എങ്ങും തൊടാത്ത രീതിയിലുള്ള ഒരു വിശ്വാസ ജീവിതം അതല്ല വേണ്ടത്. അത്
എവിടെ കൊണ്ട് നമ്മളെ എത്തിക്കുമെന്നുള്ളത് വെളിപാട് പുസ്തകം 3-ാം അധ്യായം 15 മുതലൊന്ന് വായിച്ചാൽ മതി. എനിക്ക് നിന്നെ അറിയാം. ദൈവത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും മറച്ചു വെക്കാൻ പറ്റുമോ? നമ്മൾ വേണമെങ്കിൽ ബാഹ്യമായിട്ട് കാണിക്കുന്ന കാര്യങ്ങൾ കണ്ട് ആൾക്കാർ പറഞ്ഞേക്കാം ഭയങ്കര ഭക്തനും പ്രാർത്ഥനക്കാരനൊക്കെയാണ്, പക്ഷേ ദൈവത്തിനറിയാം ആണോ അല്ലയോ എന്ന്. ദൈവത്തിൽ നിന്ന് നമുക്കൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല. കർത്താവ് പറയാണ്, എനിക്ക് നിന്നെ അറിയാം, നീ ആരാണെന്ന് എനിക്കറിയാം, നിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാം, മനുഷ്യർ നിന്നെക്കുറിച്ച് വിചാരിക്കുന്ന എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് നിന്നോട് പറയാനുള്ളത്, നീ ചൂടോ തണുപ്പോ ഇല്ലാത്ത മന്ദോഷ്ണാവസ്ഥയിൽ കഴിയുന്നവനാണ്. ഈ അവസ്ഥയിൽ നീ മുമ്പോട്ട് പോയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്നും തുപ്പിക്കളയും. വേണമെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ ഒരു നാവായിട്ട് മൗത്തായിട്ട് നമുക്ക് മാറണമെങ്കിൽ മാറാം. ജെറമ്യാ പ്രവാചകന് കൃത്യം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിന് നീ വിലകെട്ടതൊന്നും പറയരുത്, നിൻ്റെ ജീവിതത്തിൻ്റെ വില കളയുന്ന കാര്യങ്ങളിലേക്കൊന്നും പോകരുത്, എങ്കിൽ നീ എൻ്റെ നാവായിരിക്കും. അങ്ങനെ പ്രവാചകന്മാർ പ്രവർത്തിച്ചത് നമ്മൾ കാണുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സകല വിലയും കളഞ്ഞ് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഒരു ക്രിസ്തീയ ജീവിതത്തിന് യോഗ്യമല്ലാത്ത കാര്യങ്ങളുടെ പുറകെ വേണമെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. ഇനി അതിലൊന്ന് പറഞ്ഞിരിക്കുകയാണ്, ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷ്ണാവസ്ഥയിൽ കഴിയുന്നത്. അങ്ങനെയുള്ളവർക്ക് വരാനിരിക്കുന്നത്, നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്നും തുപ്പിക്കളയും. ചെറിയ ഒരു ശിക്ഷയൊന്നും അല്ല എന്നുള്ളത് കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടേണ്ടതില്ല. ഇനി ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടതാണ്, നമ്മൾ ചൂടുള്ളവരായി മാറണം. ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ആത്മീയതയുടെ ചൂട് കുറഞ്ഞോ? 2 തീമോത്തി 1-ാം അധ്യായം 6 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൈവപ്പ് വഴി നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണം. ഞാൻ കണ്ടിട്ടുണ്ട് ചിലർ അവരുടെ പഴയ പ്രാർത്ഥനാ ജീവിതം അത് കുറഞ്ഞു പോയി, അല്ലെ നഷ്ടപ്പെട്ടു പോയി എന്ന് തിരിച്ചറിഞ്ഞപ്പം ജോലി പോലും അവിടെ അവധിയെടുത്ത് പോയി ധ്യാനമൊക്കെ കൂടി എനിക്കെൻ്റെ ജീവിതം വീണ്ടും ജ്വലിപ്പിക്കണം എന്ന് പറയുന്ന വ്യക്തികൾ, ഇരുന്ന് പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും ഒക്കെ ചെയ്ത് അവരാത്മീയ ജ്വലനം അത് വീണ്ടെടുക്കുന്ന വ്യക്തികൾ. കുറച്ച് പണം നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ച് ദൈവത്തിന് അത്ര നെഞ്ചെരിച്ചിലൊന്നും ഉണ്ടാകത്തില്ല. നമ്മുടെ ആരോഗ്യം ഇച്ചിരി കുറഞ്ഞു, സൗന്ദര്യം ഇച്ചിരി കുറഞ്ഞു പോയി എന്ന് വിചാരിച്ച് കർത്താവിന് നെഞ്ചിന് വേദനയൊന്നും നമ്മളെ കാണുമ്പോൾ ഉണ്ടാകണമെന്നില്ല. പക്ഷെ നമ്മുടെ പഴയ പ്രാർത്ഥനാ ജീവിതം, ആധ്യാത്മികത, ദൈവത്തോടുള്ള സ്നേഹം, ശുശ്രൂഷാ ജീവിതം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറവ് വരുമ്പോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവിൻ്റെ നെഞ്ചിന് വേദന ഉണ്ടാവും. അത് വരുത്തേണ്ടവരല്ല ക്രിസ്ത്യാനികൾ എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. അങ്ങനെ നമുക്ക് ആധ്യാത്മികതയിൽ ജ്വലിച്ച് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. മൂന്നാമതൊരു പ്രതികരണം അത് നമുക്ക് കാണാൻ സാധിക്കും. അത് ആരുടെ ഭാഗത്തു നിന്ന് വന്നതാണെന്ന് ചോദിച്ചാൽ, ഈ ഭൂതരാജാക്കന്മാർ, അതല്ലെങ്കിൽ നമുക്ക് ആട്ടിടയർ. ലൂക്ക 2-ൽ കാണുന്നത് ആട്ടിടയർ ഒരു യാത്ര നടത്തി യേശുവിനെ കണ്ടെത്തി ആ യേശുവിനെ ആരാധിക്കുന്ന രംഗം. ഇവർ ഈ 3 രാജാക്കന്മാർ ഒരു യാത്ര നടത്തി ആ നക്ഷത്രം നയിച്ചതനുസരിച്ച് അവർ പോയി ദൈവത്തെ ആരാധിക്കുന്ന, അവിടെ നിക്ഷേപപാത്രങ്ങൾ തുറന്ന് ദൈവത്തിന് സമ്മാനം കൊടുക്കുന്ന ആ ഒരു രംഗം നമുക്ക് കാണാൻ പറ്റും. ഇവരെന്താ ചെയ്തത്? ഇവർ ദൈവത്തെ ആരാധിച്ചു. ക്രിസ്ത്യാനി എന്താ ചെയ്യേണ്ടത്? ദൈവത്തെ ആരാധിക്കണം. നിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണോ? ദൈവത്തെ ആരാധിക്കണം. മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പോയി ട്രീറ്റ്മെൻ്റ് എടുത്താൽ പോലും നടക്കാത്ത ചില കാര്യങ്ങൾ കർത്താവിന് നടത്തി തരാൻ പറ്റും. അതാണ് പുറപ്പാട് 23-ാം അധ്യായത്തിൻ്റെ 25-26 വചനങ്ങളൊന്ന് വായിച്ചാൽ മതി. അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്നെ ആരാധിക്കണം. സങ്കീർത്തനം 148-ൽ ആരൊക്കെ ദൈവത്തെ ആരാധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ ഉൾപ്പെടുന്നില്ലെങ്കിൽ ആരാധിക്കേണ്ട കാര്യമില്ല. പക്ഷെ അതിനകത്ത് പെടാത്തൊരൊറ്റയാൾ പോലും ഇവിടെ ഇരിപ്പില്ല, നമ്മളെല്ലാവരും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ലിസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത്. രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, സാധാരണക്കാർ, ഇത് എലീറ്റ് ഗ്രൂപ്പിൽപ്പെട്ടവർ, ശിശുക്കൾ, വൃദ്ധർ, സകലരും കർത്താവിനെ ആരാധിക്കട്ടെ, സ്തുതിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പുറപ്പാടിൻ്റെ 23-25 മുതൽ വായിക്കുമ്പോൾ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ എപ്പോഴാ? നിങ്ങൾ എന്നെ ആരാധിക്കുമ്പോൾ
ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. ഈ കടബാധ്യതയിലേക്കൊന്നും തള്ളപ്പെടാതിരിക്കാൻ വളരെ നല്ലതാണ് ദൈവത്തെ ആരാധിക്കുന്നവരായിട്ട് മാറുക. സാമ്പത്തികമായിട്ട് ഉയർച്ച വരാൻ വളരെ നല്ലതാണ് ദൈവത്തെ ആരാധിക്കുന്നവരായിട്ട് മാറുക. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ രോഗികളായിട്ടുള്ളവരെ ഞാൻ സുഖപ്പെടുത്തും. രോഗസൗഖ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തെ ആരാധിക്കുന്നവരായിട്ട് മാറുക. അത് കഴിഞ്ഞിട്ട് ദൈവം നിങ്ങളെ ആശുപത്രിയിലേക്ക് നയിക്കുന്നെങ്കിൽ പൊക്കോ. ആദ്യം ദൈവത്തെ ആരാധിക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് എവിടെയാണ് എത്തേണ്ടത് എന്നുള്ള ആ ഒരു ഗൈഡൻസ് ദൈവം നമുക്ക് തരും. ആ 3 രാജാക്കന്മാർക്ക് ഇത്രയും വലിയൊരു ഗൈഡൻസ് ഒരു നക്ഷത്രത്തിലൂടെ കൊടുത്ത ദൈവം നമ്മളെന്താ തീരുമാനമെടുക്കേണ്ടത്? നമ്മളെവിടെയാണ് ചെന്ന് എത്തേണ്ടത്? എന്താ ചെയ്യേണ്ടത്? എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്? ഗൈഡൻസ് നമുക്ക് തരാതിരിക്കുമോ? ഉറപ്പായിട്ടും തന്നിരിക്കും. അതെടുത്ത് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അങ്ങനെ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരായിട്ട് മാറണം. യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ ഒരു കാതലായ സന്ദേശം അതാണ്. സമറിയാക്കാരി സ്ത്രീക്ക് കർത്താവ് കൊടുത്ത ഒരു നിർദ്ദേശം. ആ മലയിലോ ഈ മലയിലോ ദൈവത്തെ ആരാധിക്കുന്നതിനേക്കാൾ, ആ ധ്യാന കേന്ദ്രത്തിലോ ഈ ധ്യാന കേന്ദ്രത്തിലോ ദൈവത്തെ ആരാധിക്കുന്നതിനേക്കാൾ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരായിട്ട് മാറണം. അത് നമ്മുടെ പ്രാർത്ഥനാ മുറിയിലിരുന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ തിണ്ണയിലിരുന്നാലും നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നാം തിരിച്ചറിയണം. അങ്ങനെ നമ്മൾ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിച്ച് ദൈവത്തിൻ്റെ ആ ഒരു കൃപയുടെ നിറവിൽ ജീവിക്കുവാൻ വേണ്ട അനുഗ്രഹം ഇന്ന് നമുക്ക് ലോകത്തിന് യേശുവിനെ വെളിപ്പെടുത്തി തന്ന ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആ യേശുവിനെ സ്വന്തമാക്കിക്കൊണ്ട് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാകാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.